മഞ്ഞിൽ വിരിഞ്ഞ പൂവിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സൈമൺ എല്ലാ കാര്യങ്ങളും പ്രതിഭയോട് പറയുന്നുണ്ട് കേട്ടോ. അഭിനയാണെങ്കിലും അവർ തകർത്ത് അഭിനയിക്കുന്നുണ്ടല്ലോ എന്നറിഞ്ഞ് സന്തോഷമാണെന്ന് സൈമൺ പറയുന്നതും ആര് എന്ന് പ്രതിഭ ചോദിക്കുന്നതും അച്ചമ്മയുടെ കൊച്ചുമോളും ആ ഹരി എന്ന് പറയുന്നുണ്ട് സൈമൺ. അപ്പോൾ പ്രതിഭ എൻ്റെ കൊച്ചുമോൾക്ക് ആരുമായിട്ടും പ്രേമൊന്നുമില്ല എന്ന് പറയുമ്പോൾ എൻ്റെ അച്ചമ്മ ശരിക്കുമില്ല, പക്ഷേ അഭിനയാണെങ്കിലും അവരത് നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. ഇന്ന് അവർ കറങ്ങാൻ പോയിരിക്കുകയാണെന്നൊക്കെ സൈമൺ ഇങ്ങനെ പറയുമ്പോൾ ആ സ്ഥലം എവിടെയാണെന്ന് നിനക്കറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിക്കുമ്പോൾ എന്തിനാ ചെന്ന് പ്രശ്നം ഉണ്ടാക്കാനാണോ സൈമൺ തിരിച്ചു ചോദിക്കുമ്പോൾ ഞാനല്ല ചെല്ലുന്നത്, വേറെ ആൾക്കാരായിരിക്കും. സദാചാര ഗുണ്ടാചാരം. അപ്പോൾ അവരുടെ ഇഷ്ടം നാട്ടുകാരറിയും, ചിത്തിര അറിയും. നീ വിചാരിക്കും ചിത്തിര അറിഞ്ഞാൽ ഹരിയെ വെറുക്കുമെന്ന്. അല്ല, അവൾക്കൊരിക്കലും ദേഷ്യം തോന്നില്ല, കുറ്റബോധം തോന്നും. താൻ ഒഴിവാക്കിയത് കൊണ്ടാണല്ലോ ഹരി ഇങ്ങനെയായത് എന്ന് അവൾ സങ്കടപ്പെടും. ആ സങ്കടം പ്രേമമായിട്ട് മാറും. ഹരിയുടെ പ്രൊപ്പോസൽ അവൾ സ്വീകരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പ്രതിഭ. അവർ ചിത്തിരിയുടെ മനസ്സിൽ ഹരിയോടുള്ള ദേഷ്യം സൃഷ്ടിക്കാൻ നോക്കും, ഞാനോ ഇഷ്ടം സൃഷ്ടിക്കാൻ നോക്കും. അപ്പം ഞാനല്ലേ ശരി? രണ്ടുപേരെയും അകറ്റാനല്ലല്ലോ ഞാൻ ശ്രമിക്കുന്നത്, ഒരുമിച്ച് ചേർക്കാനല്ലേ. അതല്ലേടാ നന്മ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പ്രതിഭ സൈമണിനോടായിട്ട്. തുടർന്ന് പറയുന്നുണ്ട്, രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടാൽ നാട്ടുകാർ ചോദിക്കില്ലേ അതേ ഞാനും ചെയ്തത്. നാട്ടുകാരെന്ന് പറയുന്നത് എനിക്ക് വേണ്ടപ്പെട്ടവരായിരിക്കും എന്ന് പറയുമ്പോൾ അത് വേണോ അച്ചമ്മയും സൈമൺ ചോദിക്കുമ്പോൾ ഇത്രയും നല്ല അവസരം കിട്ടിയിട്ട് അത് നശിപ്പിച്ച് കളഞ്ഞാൽ പിന്നെ എന്നെ എന്തിനു കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട് പ്രതിഭ. അതിനുശേഷം കാണിക്കുന്നത് നിരഞ്ജനയും ഹരിയും കൂടി ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇനി പോകാമെന്നൊക്കെ നിരഞ്ജന പറയുമ്പോൾ കുറച്ച് സമയം കൂടെ ഇവിടെ നിൽക്കാമെന്ന് ഹരി പറയുമ്പോൾ ചിത്തിര എന്ത് വിചാരിക്കുമെന്ന് നിരഞ്ജന ചോദിക്കുന്നുണ്ട് കേട്ടോ. അതെ, വിചാരിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മളിങ്ങനെ ചെയ്യുന്നത്, തെറ്റാണെങ്കിൽ നമുക്കിത് ചെയ്തേ പറ്റൂ എന്നൊക്കെ ഹരി നിരഞ്ജനയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം പ്രതിഭ പറഞ്ഞു വിട്ട കുറച്ച് ആൾക്കാർ അവിടേക്ക് വരികയാണ് കേട്ടോ. തുടർന്ന് എന്താ രണ്ടുപേരും കൂടി മാറി നിന്ന് ചെയ്യുന്നതെന്നൊക്കെ അവരിങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ട് പറയുമ്പോൾ അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്നൊക്കെ നിരഞ്ജന അവരോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട്സ് എന്താണാവോ ആരുടെയും കണ്ണിൽ പെടാതെ ഇവിടെ വന്ന് നിൽക്കുന്നത് ചോദിക്കുന്നുണ്ട് കേട്ടോ അവർ. തുടർന്ന് നമ്മൾ എന്തിനാ ഇവരോട് സംസാരിക്കുന്നത്, പോലീസിനെ വിളിക്കുകയെന്നൊക്കെ അവരിങ്ങനെ പരസ്പരം പറയുമ്പോൾ എന്തിനെന്ന് ഹരി ചോദിക്കുമ്പോൾ തോന്നിവാസം കാണിച്ചതിന് നാട്ടുകാർ പറയുമ്പോൾ ഞങ്ങൾ എന്ത് തോന്നിവാസം കാണിച്ചു എന്നാ, വെറുതെ അനാവശ്യം പറയരുത് എന്നൊക്കെ ഹരി ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അനാവശ്യം കാണിക്കാം, എന്തിനാ ആളില്ലാത്ത സ്ഥലം നോക്കി നിങ്ങൾ വന്ന് നിൽക്കുന്നതെന്നൊക്കെ അവരും തിരിച്ചു ചോദിക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് ഹരിയും അവരും തമ്മിൽ ഒന്ന് രണ്ടും പറഞ്ഞ് വഴക്കാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വെറും ഫ്രണ്ട്സ് മാത്രമാണ്, നിങ്ങൾ സംശയിക്കുന്നത് പോലെ ഒന്നുമില്ല എന്നൊക്കെ നിരഞ്ജനയും പറയുന്നുണ്ട്. നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ പോലീസിനെ വിളിക്കുന്നതിൽ പേടിക്കുന്നത് എന്തിനാന്നൊക്കെ അവരിങ്ങനെ ചോദിക്കുമ്പോൾ ഒരു പേടിയുമില്ല, പോലീസ് വരട്ടെ എന്നൊക്കെ ഹരി പറയുമ്പോൾ ശരിക്കും മല്ലികാമയെയാണ് വിളിക്കേണ്ടത്, ഈ കുട്ടി മല്ലികാമയുടെ വീട്ടിൽ നിൽക്കുന്നതല്ലേ, അതെനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ മല്ലികാമയെ വിളിക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയത്തിനകം തന്നെ മല്ലികാമ സ്ഥലത്തെത്തുന്നുണ്ട്. ശേഷം മല്ലികാമയോടായിട്ട് മല്ലികാമയും കൂടി അറിഞ്ഞിട്ടാണോ ഇവരിതൊക്കെ ചെയ്യുന്നത്, ഇവരൊഴിഞ്ഞ സ്ഥലത്ത് വന്ന് നിൽക്കുകയാണെന്നൊക്കെ അവരിങ്ങനെ പറയുമ്പോൾ അതുകൊണ്ട് എന്താണെന്ന് മല്ലികാമ ചോദിക്കുന്നതും അതുകൊണ്ട് ഒന്നുമില്ലേ എന്ന് അവർ തിരിച്ചു ചോദിക്കുമ്പോൾ അതുകൊണ്ട് പലതുമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് നിങ്ങളുടെ ഉള്ളിൽ കറയുള്ളത് കൊണ്ടാണ്. പിള്ളേർ ഒരുമിച്ച് നടക്കുന്നതും മാറി നിന്ന് സംസാരിക്കുന്നതുമൊക്കെ തെറ്റാണെന്ന് തോന്നുന്ന കാലമൊക്കെ കഴിഞ്ഞു പോയി. ശരിയാണ്, അക്രമങ്ങളും വൃത്തികേടുകളും കൂടിയിട്ടുണ്ട്, ഇതെല്ലാം തടയപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷെ അതിനു മുമ്പ് ഉറപ്പുവരുത്തണം മാറി നിന്ന കുട്ടികൾ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു എന്ന്, അല്ലാതെ മാറി നിന്ന് സംസാരിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് അവർക്കെതിരെ തെറ്റായ വിധി നടപ്പിലാക്കാൻ പാടില്ല എന്നൊക്കെ നല്ല ചുട്ട മറുപടി തന്നെ മല്ലികാമ അവർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾ അരുതാത്തത് എന്തെങ്കിലും ചെയ്തു എന്ന് ഇതിൽ ആരെങ്കിലും കണ്ടോ? കണ്ടെങ്കിൽ പറയണം, നിങ്ങളുടെയൊക്കെ മുമ്പിൽ വെച്ച് ഞാൻ ഇവരെ ശിക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരോടായിട്ട് മല്ലികാമ ചോദിക്കുമ്പോൾ അവരാണെങ്കിൽ ഒരക്ഷരം മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. തുടർന്ന് മല്ലികാമ പറയുന്നുണ്ട്, അപ്പോൾ ആരും കണ്ടില്ല അല്ലേ, എന്നിട്ടാണല്ലേ സദാചാര പുസ്തകം തുറന്നത്, അത് പാടില്ല എന്ന് കൂടി മല്ലികാമ അവരോടായിട്ട് പറയുന്നുണ്ട്. പോലീസിനെ വിളിക്കണം എന്നാണ് കരുതിയതെന്ന് അവർ പറയുമ്പോൾ ഇനി അത് വേണ്ട, കാരണം ഇവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് മല്ലികാമ അവരോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇവരെ ശിക്ഷിക്കാനായിട്ട് രക്ഷകർത്താവായ ഞാനിവിടെയുണ്ട്, എനിക്കറിയാം ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്, അത് ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ മല്ലികാമ. തുടർന്ന് അവരവിടെ നിന്നും പോവുകയാണ് ചെയ്യുന്നത്. അവർ പോയതിനു ശേഷം എന്താടാ ഹരി ഇത്, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്, ഇതുപോലൊരു സ്ഥലത്ത് ഒറ്റയ്ക്ക് വന്ന് മാറി നിന്നാൽ എന്നൊക്കെ മല്ലികാമ ചോദിക്കുമ്പോൾ അല്ല ഇങ്ങനെ മാറി നിന്നാൽ ചിത്തു അറിയോ എന്നൊക്കെ ഇങ്ങനെ മല്ലികാമ ചോദിക്കുമ്പോൾ ഈ ഹരിയ അച്ചമ്മ ഇങ്ങനെയൊരു ഐഡിയ പറഞ്ഞത് മണ്ടൻ ഐഡിയ ആണെന്ന് ഇപ്പോൾ മനസ്സിലായി എന്നൊക്കെ നിരഞ്ജന പറയുമ്പോൾ ആ സമയത്ത് അങ്ങനെ ചെയ്യാനാ തോന്നിയത് എന്ന് ഹരിയും പറയുന്നുണ്ട്. നിങ്ങൾക്ക് അപകടം ഉണ്ടാവുന്ന ഒന്നും ചെയ്യരുതെന്ന് മല്ലികാമ പറയുമ്പോൾ ഞാനിനി ഈ നാടകത്തിനില്ല, മതിയായി, നമുക്കിത് ഇവിടെ വെച്ച് നിർത്താമെന്നൊക്കെ പറയുന്നുണ്ട് നിരഞ്ജന. അപ്പോൾ നിർത്താനോ എന്ന് മല്ലികാമ ചോദിക്കുമ്പോൾ എന്തായാലും എനിക്കിതിന് പറ്റില്ല തന്നെ തീർത്ത് പറയുന്നുണ്ട് നിരഞ്ജന. ഇങ്ങനെ ഒരു പ്ലാൻ ആദ്യം പറഞ്ഞത് നീയല്ലേ, ഞങ്ങൾ ഇതിന് എതിരായിരുന്നു, എന്നിട്ട് നീ വാശി പിടിച്ചു, എന്നിട്ട് നീ ആയിട്ട് ഇതിൽ നിന്ന് മാറിയാൽ
നമ്മളിത് കൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത്, അത് നടക്കാതെ പോയില്ലേ എന്നൊക്കെ മല്ലികാമ്മ അങ്ങനെ ചോദിക്കുമ്പോൾ, നടക്കാതെ പോട്ടെ, ഇതിങ്ങനെ തുടർന്നാൽ ഭാവി പോകാൻ പോകുന്നത് ഞങ്ങളെ രണ്ടുപേരുടെയാണ്. എനിക്കിതിന് തീരെ താല്പര്യമില്ല എന്ന് തന്നെ നിരഞ്ജന കടുപ്പിച്ച് പറയാണ്ട് ചെയ്യുന്നത്. തുടർന്ന് മല്ലികാമ്മയും പറയുന്നുണ്ട്, ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, നമുക്കിത് ഇവിടെ വെച്ച് നിർത്താമെന്ന് പറയുമ്പോൾ, ചിത്രയ്ക്ക് എന്നോട് ദേഷ്യം തോന്നണ്ടേ, വെറുപ്പ് തോന്നണ്ടേ, അതിനി എന്ത് ചെയ്യും എന്നൊക്കെ ഹരി ഇങ്ങനെ ചോദിക്കുമ്പോൾ, അത് അവൾക്ക് സ്വയം തോന്നട്ടെ, നമ്മളായിട്ട് ഒന്നും ചെയ്യണ്ട, മുകളിൽ ഒരാളിരിപ്പുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ തീരുമാനം പോലെ എല്ലാം സംഭവിക്കും എന്നൊക്കെ മല്ലികാമ്മ പറയുമ്പോൾ, അച്ചമ്മ ഭയപ്പെടുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്നുണ്ട് നിരഞ്ജന. അത് തന്നെയാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും. ഞാനെല്ലാം ഇനി ദൈവത്തിന് വിട്ടുകൊടുക്കുക, അതേയുള്ളൂ മാർഗം എന്ന് പറയുന്നുണ്ട് മല്ലികാമ്മ. തുടർന്ന്, ഞാനിനി എന്താ ചെയ്യേണ്ടത്, അത് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞതാ എന്ന് ഹരി പറയുമ്പോൾ, ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. പാവം ചിത്തു, അവളെയാണ് ഞാൻ ചതിച്ചത്, അതിന് എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം, അത് ഞാൻ ചെയ്തിരിക്കും എന്ന് പറയുന്നുണ്ട് നിരഞ്ജന. അപ്പോൾ പ്രശ്നം വഷളാകരുത് എന്ന് മല്ലികാമ്മ പറയുമ്പോൾ, അച്ചമ്മ നേരത്തെ പറഞ്ഞ ദൈവമില്ലേ, ദൈവം കാത്തോളും എന്ന് പറയുന്നുണ്ട് നിരഞ്ജന മല്ലികാമ്മയോടായിട്ട്. അതിനുശേഷം കാണിക്കുന്നത് ചിത്തിരയുടെ അടുത്തേക്ക് ചെല്ലിയാണ്ട് നിരഞ്ജന. അപ്പോൾ ചിത്തിര നിരഞ്ജനയെ കാണുന്നതും, നീയും എന്നെ ചതിച്ചു അല്ലേ നീരു, ചോദിക്കുമ്പോൾ ഒക്കെ ഒന്നുമില്ല എന്ന് തോന്നുന്ന മറുപടിയല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്, എന്നിട്ട് അവസാനം ഞാൻ എല്ലാം അറിഞ്ഞു, നീയും ഹരിയും തമ്മിൽ എന്ന് ചിത്തിര പറയാൻ തുടങ്ങുന്നതും, എന്താടി നിർത്തിക്കളഞ്ഞത്, ഞാനും ഹരിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നല്ലേ, എന്നാൽ കേട്ടോ, ഇഷ്ടത്തിലാണെന്ന് മാത്രമല്ല, കല്യാണവും കഴിച്ചു കൊച്ചുമായി എന്നൊക്കെ തുറന്നടിക്കുന്നുണ്ട് നിരഞ്ജന. തുടർന്ന് പറയുന്നുണ്ട്, നീ കേട്ടത് മുഴുവൻ തെറ്റാ ചിത്തു, വെറും നുണ, നിനക്ക് ഹരിയോട് വെറുപ്പ് തോന്നണം, അതിന് ഞങ്ങൾ കളിച്ച നാടകം ഇത്, ഞാനാണ് ഈ ഐഡിയ ഉണ്ടാക്കിയത്, എല്ലാം അടുത്തു, അതോടെ നിർത്താൻ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സത്യങ്ങളൊക്കെ ചിത്രിയോട് തുറന്ന് പറയാണ്ട് നിരഞ്ജന ചെയ്യുന്നത്. തുടർന്ന് നിരഞ്ജന ചിത്രിയോട് ക്ഷമയും ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്നെ പറ്റിക്കാനാണ് നോക്കിയത്, എനിക്കതിന് കഴിയില്ല ചിത്തു, ഒരിക്കലും കഴിയില്ല, നിന്നെ ചതിച്ചിട്ട് എനിക്കൊന്നും വേണ്ടാന്ന് പറയുന്നുണ്ട് ചിത്തിര. എല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം ചിത്തു പറയുന്നുണ്ട്, ഇതിൽ ഏതാ ഞാൻ വിശ്വസിക്കേണ്ടത്, നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്നോ അതോ ഈ കണ്ടതെല്ലാം നാടകമാണെന്നോ എന്നൊക്കെ ചിത്തിര ചോദിക്കുമ്പോൾ, നാടകമായിരുന്നു, അച്ചമ്മയ്ക്ക് വരെ അതറിയാം, അതുകൊണ്ടല്ലേ ഹരി എനിക്ക് ഫോൺ തന്നപ്പോൾ അച്ചമ്മ ഒന്നും പറയാതിരുന്നത്. നീ ഒരിക്കലും ഹരിയെ തെറ്റിദ്ധരിക്കരുത്, ഹരിയുടെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ, നിന്നെ മറന്നൊരു ജീവിതം ഒരിക്കലും ഹരിയെ കൊണ്ട് പറ്റില്ല എന്ന് കൂടി പറയുന്നുണ്ട് നിരഞ്ജന. ഞാനാണ് ഹരിയെ നിർബന്ധിച്ചത്, നിന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോഴും എൻ്റെ മനസ്സിൽ നിൻ്റെ ഭാവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നീ പഠിച്ച് വലിയൊരു നിലയിലെത്തണം, ആ ഒരു ആഗ്രഹം, അച്ചമ്മയുടെ ആഗ്രഹം നടക്കണം, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ അതൊന്നും നടന്നില്ല. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് നിരഞ്ജന. ഇനി നിനക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം, എന്നെ വെറുക്കാം, ഞാൻ പറഞ്ഞതിൻ്റെ സ്പ്രിറ്റ് ഉൾക്കൊണ്ട് മാപ്പ് തരാം, എല്ലാം ഞാൻ ചിത്തുവിന് വിട്ടുതരാമെന്നൊക്കെ നിരഞ്ജന പറയുമ്പോൾ, ഇതിനുള്ള മറുപടി ഞാൻ നിന്നോടല്ല പറയാൻ പോകുന്നത്, ഹരിയോടാണ്, അവനെ ഞാൻ നേരിട്ട് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചിത്തിര അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ദേഷ്യത്തോടെ. പിന്നീട് കാണിക്കുന്നത് ചിത്തിര ഹരിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഹരിയെ കണ്ട പാടെ തന്നെ ഓട്ടോ ഓടിക്കുന്നത് നിർത്തിയിട്ട് ഹരിക്ക് അഭിനയിക്കാൻ പോയിക്കൂടെ എന്ന് ചിത്തിര ചോദിക്കുമ്പോൾ, അതിന് എനിക്ക് അഭിനയിക്കാൻ അറിയില്ലല്ലോ എന്ന് ഹരി പറയുന്നതും, ആര് പറഞ്ഞു, ഇപ്പോൾ കാണിച്ച ഈ അഭിനയം ഏതെങ്കിലും സിനിമയിലാണ് നടത്തിയതെങ്കിൽ മികച്ച നടനുള്ള പുരസ്കാരം കിട്ടിയേനെ എന്ന് പറയുന്നുണ്ട് ചിത്തിര. തുടർന്ന്, നിരഞ്ജന എന്നോട് എല്ലാം പറഞ്ഞു എന്നും എന്നെ ഒഴിവാക്കാൻ വേറെ എത്രയോ മാർഗങ്ങളുണ്ടായിരുന്നു, ഇങ്ങനെയൊരു നാടകം വേണമായിരുന്നോ എന്നെല്ലാം ചോദിക്കുമ്പോൾ, ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചപ്പോൾ ചിത്തിരയെ രക്ഷിക്കണം, അത് മാത്രമായിരുന്നു മനസ്സിൽ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് സോറിയും പറയുന്നുണ്ട് ചിത്തിരയോട്. അപ്പോൾ ഉടനെ തന്നെ ചിത്തിര പറയുന്നുണ്ട്, എന്തിനാ എന്നോട് സോറി പറയുന്നത്, ഹരിക്ക് ഇതുവരെ എന്നെ മനസ്സിലായിട്ടില്ല, അതിലാണ് എനിക്ക് സങ്കടം എന്ന് പറയുമ്പോൾ ഹരി പറയുന്നുണ്ട്, എനിക്ക് നിരഞ്ജനയോട് ഒന്നുമില്ല, അവരങ്ങനെ പറഞ്ഞു, ഞാനതനുസരിച്ചു, അങ്ങനെ അനുസരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ചിത്തിര തന്നെയായിരുന്നു. നിരഞ്ജനയ്ക്ക് മുമ്പിൽ പ്രേമം അഭിനയിക്കുമ്പോൾ ആ സത്യം വീണ്ടും വീണ്ടും ഞാൻ മനസ്സിലാക്കി. എനിക്കൊരിക്കലും ചിത്തുവിനെ മറക്കാൻ കഴിയില്ല, എൻ്റെ മനസ്സ് മുഴുവൻ ചിത്തിരിയാണ്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ മുഖം അത് മായില്ല എന്നൊക്കെ ഹരി പറയുമ്പോൾ, ആ മുഖം അവിടെ തന്നെ ഇരുന്നോട്ടെ, മായ്ക്കണം എന്ന് ആര് പറഞ്ഞു ചിത്തിര പറയുന്നത് കേൾക്കുമ്പോൾ, മായ്ക്കണം എന്ന് ചിത്തിര തന്നെ അല്ലേ പറഞ്ഞത്, ഞാൻ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവണ്ട എന്ന് കരുതിയെന്ന് ഹരി പറയുന്നതും, ഹരി എടുത്തത് മുഴുവനും റോങ് സ്റ്റെപ്പുകളായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ തലയും താഴ്ത്തി എൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വന്നത്. ഒരു മനുഷ്യനുണ്ടാകേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി എന്താണെന്നറിയോ, അത് ആത്മാർത്ഥതയാണ്, അത് ഹരിക്കില്ല. അതുകൊണ്ടാണ് അവർ പറയുന്നതും ഇവർ പറയുന്നതും ഒക്കെ ഹരി കേൾക്കാൻ നിൽക്കുന്നത്. ആദ്യം സ്വന്തം മനസ്സാക്ഷിയോട് നീതി പുലർത്താൻ നോക്ക്, അല്ലാതെ മറ്റൊരാൾ കീ കൊടുക്കുമ്പോൾ ആടുന്ന പാവയാവരുത്, ആടിയാൽ നാണം കെടേണ്ടി വരും, എൻ്റെ മുമ്പിൽ മാത്രമല്ല പലരുടെയും മുമ്പിൽ പലപ്പോഴായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിത്തിര അവിടെ നിന്നും പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഹരി മഹേഷിനോടും രാഗിണിയോടുമായിട്ട് പറയുന്നുണ്ട്, അന്ന് മല്ലികാമ്മ എസ്റ്റേറ്റിൽ തന്ന ജോലിയില്ലേ, അത് ഞാൻ ഏറ്റെടുക്കാൻ പോവാണ്, അങ്ങോട്ട് പോവാണെന്നൊക്കെയുള്ള ഹരിയുടെ തീരുമാനം അറിയിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാഗിണിക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ സന്തോഷമാവുന്നുണ്ട് കേട്ടോ. പക്ഷേ മഹേഷ് ആണെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ, വിഷമം ഉണ്ടായിട്ട് തന്നെയാണ് പോകുന്നത്, ആ വിഷമം ഇവിടെ നിന്നാൽ കൂടുകയുള്ളൂ, വേറെ എവിടേക്കെങ്കിലും പോകണം, അതിന് പീരുമേട് തന്നെയാണ് നല്ലത് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഹരി. ഉടനെ തന്നെ മഹേഷ് പറയുന്നുണ്ട്,
ചേച്ചിക്കിത് കേൾക്കുമ്പോൾ സന്തോഷമാവും. ആ പോസ്റ്റിലേക്ക് വേറെ ആളെ വെച്ചിട്ടില്ല. ഇന്നില്ലെങ്കിൽ നാളെ നീ ആ ജോലി സ്വീകരിക്കുമെന്ന് ചേച്ചിക്ക് അറിയായിരുന്നു എന്ന് മഹേഷ് പറയുമ്പോൾ രാഗിണി പറയുന്നുണ്ട്. നിനക്ക് ആ ജോലി കിട്ടിയാൽ രക്ഷപ്പെടാൻ പോകുന്നത് ഞങ്ങളും കൂടിയാണ്. ഇനിയെങ്കിലും ആ മനസ്സ് മാറ്റില്ലേ മോനെ. എങ്ങനെയെങ്കിലും നീ പോകാൻ നോക്കുമെന്ന് പറഞ്ഞ് രാഗിണി നിർബന്ധിക്കുമ്പോൾ അത് തന്നെയാണ് എൻ്റെയും തീരുമാനം. നാളെ തന്നെ ഞാൻ പോകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ ഹരി. പോകുന്നതിന് മുമ്പ് ചിത്രിയെ കാണുന്നില്ലേ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ കാണുന്നില്ല. ഇനി വേറെ ആരോടും യാത്ര പറയാനില്ല, നിങ്ങളോടല്ലാതെ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഹരി. അപ്പോൾ രാഗിണിയാണെങ്കിൽ ഇത് കേട്ട് അത് തന്നെയാണ് നല്ലതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മഹേഷ് ചിത്തിരി അതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല. സമ്മതിക്കാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ, കാരണം ഞാൻ അവളുടെ ആരുമല്ലല്ലോ എന്ന് കൂടി പറയുന്നുണ്ട് കേട്ടോ ഹരി. പിറ്റേ ദിവസം ചിത്തിര ഹരിയെ കാത്തു നിൽക്കുകയാണ്. ഇതേ സമയം നിരഞ്ജന വന്നിട്ട് ചിത്തിരയെ അറിയിക്കുന്നുണ്ട്. കേട്ടത് ശരിയാണെന്നും ഹരി പീരുമേട് പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ ചിത്തിര എന്നോട് പറയാതെയോ, അതെന്തിനാ ഹരി അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ രക്ഷപ്പെട്ടോട്ടെ പാവം, എന്തിനാ നമ്മൾ വെറുതെ ശല്യം ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട് നിരഞ്ജന. പക്ഷേ ചിത്തിരിയാണെങ്കിൽ അത് കേട്ട് ഞാൻ ശല്യം ചെയ്തോ? ഹരിയല്ലേ എന്നെ ശല്യം ചെയ്തത്. വെറുതെ ഇരുന്ന് എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അത് അന്ന് തുടങ്ങിയതല്ലേ എൻ്റെ കഷ്ടകാലം. നഷ്ടപ്പെട്ടത് ഹരിക്കോ എനിക്കോ ചിത്തിര ചോദിക്കുമ്പോൾ നിനക്കെന്ത് നഷ്ടപ്പെട്ടു നിരഞ്ജന തിരിച്ചു ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ പഠിത്തം നഷ്ടമായില്ലേ. എനിക്കിപ്പോൾ പഠിക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ കരിയർ തകരുന്നുണ്ടെങ്കിൽ അതിനാരാണ് കാരണം എന്നൊക്കെ പറയുന്നത് കേട്ട് അത് ഹരിയല്ല എന്ന് പറയുന്നുണ്ട് നിരഞ്ജന. നിന്റെ ഭാവി നീ നോക്കണമായിരുന്നു. ഏതെങ്കിലും ഒരുത്തൻ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തകരാൻ മാത്രം സോഫ്റ്റ് ആണോ നിന്റെ മനസ്സ്? ഞാൻ ഒരിക്കലും ഹരിയെ കുറ്റം പറയില്ല എന്നും പറയുന്നുണ്ട് നിരഞ്ജന. അപ്പോൾ ഇത് കേൾക്കുന്ന ചിത്തിര ദേഷ്യത്തോടെയാണെങ്കിൽ ഇനി എന്നെ കുറ്റം പറഞ്ഞോ, തെറ്റ് എൻ്റെ ഭാഗത്താണല്ലോ എന്ന് തിരിച്ചു പറയുന്നതും നിന്നെയും ഞാൻ കുറ്റം പറയില്ല, നിനക്ക് കുറച്ചുകൂടി പക്വത കാണിക്കാമായിരുന്നു നിരഞ്ജന പറയുമ്പോൾ ഗെയിം അഭിനയിച്ച നീ തന്നെ എന്നോട് ഇത് പറയണം. പക്വത കാണിക്കാൻ എന്നെ ഉപദേശിച്ച നീ സ്വന്തം ജീവിതത്തിൽ കാണിച്ചില്ല എന്ന് പറഞ്ഞ് ചിത്തിര നിരഞ്ജനയെ കുറ്റപ്പെടുത്തുമ്പോൾ ഞാൻ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് വേണ്ടിയല്ലേ ചെയ്തിട്ടുള്ളത്, നിനക്ക് വേണ്ടിയാണ്. നീ 1ാം റാങ്ക് വാങ്ങിച്ച് പാസ്സാകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെയൊന്നും നിരാശപ്പെടുത്തരുത് എന്ന് എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നതെന്ന് പറയുന്നുണ്ട് നിരഞ്ജന. ഉടനെ തന്നെ ചിത്തിര ഹരി ഇവിടെ ഒന്ന് പോവണ്ട, ഞാൻ അതിന് സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ അതിന് ഹരി പോയി കഴിഞ്ഞില്ലേ, ഇപ്പോൾ ബസ് സ്റ്റോപ്പിലെങ്ങാനും നിൽക്കുകയായിരിക്കും. ബസ് വന്നാൽ അതിൽ കയറി പോകുന്ന നിരഞ്ജന പറയുന്നത് കേട്ട് ഞാൻ വിട്ടില്ലെങ്കിലോ, എന്നോട് തോറ്റാണ് ഹരി ഈ നാട്ടിൽ നിന്ന് പോകുന്നത്. അങ്ങനെ തോൽക്കണ്ട, എൻ്റെ മുമ്പിൽ ഒരിക്കലും തോൽക്കണ്ട. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഹരിയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങുന്ന ചിത്തിരിയെ നിരഞ്ജന തടയുന്നുണ്ടെങ്കിലും ചിത്തിര അതൊന്നും കേൾക്കുന്നില്ല കേട്ടോ. എനിക്ക് പറയാനുള്ളത് ഹരിയോടാണ്, ഞാനത് പറയും എന്ന് പറഞ്ഞുകൊണ്ട് ചിത്തിര അവിടെ നിന്നും പോവുകയാണ് ചെയ്യുന്നത്.